ആവേശകരമായ അന്ത്യത്തിലേക്ക് IPL ലീഗ് സ്റ്റേജ്. അതത്രയും ആവേശകരമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും. തുടർച്ചയായി 6 തോൽവികൾ. ടേബിളിൽ ഏറ്റവും താഴെയായിരുന്നു RCB. എന്നാൽ ഏപ്രിൽ 25-ന് ശേഷം കണ്ടത് വിരാട് കോഹ്ലിയുടെയും സംഘത്തിന്റെയും കുതിപ്പായിരുന്നു. കരുത്തരായ SRHനെ 35 റൺസിന് തകർത്ത് തുടക്കം. GTക്കെതിരെ തുടരെ 2 ജയങ്ങൾ, ഒന്ന് 9 വിക്കറ്റിനും മറ്റൊന്ന് 4 വിക്കറ്റിനും. പഞ്ചാബിനെ തകർത്തത് 60 റൺസിന്റെ കൂറ്റൻ മാർജിനിൽ. ഡൽഹിക്കെതിരെ മറ്റൊരു വമ്പൻ വിക്ടറി. ടേബിളിനെ പിടിച്ചു കുലുക്കിയാണ് RCB മുന്നോട്ട് കയറിയത്. 6 ജയങ്ങളും 7 തോൽവിയുമടക്കം 12 പോയിന്റ്. മികച്ച നെറ്റ് റൺ റേറ്റാണ് RCBക്ക് അനുകൂലമാകുന്ന മറ്റൊരു ഫാക്ടർ, 0.387. എന്നാൽ പ്ലേ ഓഫിലേക്ക് എത്താൻ ഒരു വമ്പൻ കടമ്പ RCBക്ക് മുന്നിലുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ്. അവരുമായിട്ടാണ് RCBയുടെ അവസാന മത്സരം. CSKയും തങ്ങളുടെ അവസാന മാച്ചിനാണ് ചിന്നസ്വാമിയിൽ ഇറങ്ങുക. ജയിച്ചാൽ മറ്റ് ടീമുകളെ നോക്കാതെ CSK പ്ലേ ഓഫിലേക്ക് എത്തും. എന്നാൽ RCBക്ക് ഒരു ജയം മാത്രം മതിയാകില്ല, വിജയ മാർജിൻ കൂടി വിചാരിച്ച രീതിയിലാകണം. 0.528 ആണ് ചെന്നൈയുടെ റൺ റേറ്റ്. അത് മറികടക്കാൻ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയത് 18 റൺസിനെങ്കിലും RCB ജയിക്കണം. ചേസിംഗ് ആണെങ്കിൽ അത് ചെന്നൈയുടെ ടോട്ടലിനെ ആശ്രയിച്ചാകും. ഉദാഹരണത്തിന് ചെന്നൈ 180 റൺസാണ് നേടിയതെങ്കിൽ 18.1 ഓവറിൽ RCB ചേസ് പൂർത്തിയാക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ ചേസിംഗിനാണ് ടീമുകൾ താല്പര്യപ്പെടാറ്, RCB പ്രത്യേകിച്ചും. കാരണം വിരാട് കോഹ്ലിയുടെ സാന്നിധ്യം തന്നെ. അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കൃത്യസമയത്ത് ഫോമിലായിട്ടുണ്ട്. എന്നാൽ RCB താരങ്ങളായ വിൽ ജാക്സും റീസ്റ്റോപ്ലിയും IPLലെ ബാക്കി മാച്ചുകൾക്കുണ്ടാകില്ല. രണ്ടുപേരും നാഷണൽ ഡ്യൂട്ടിക്കായി മടങ്ങി. അതുപോലെ തന്നെ CSK താരം മൊയ്ൻ അലിയും നാട്ടിലേക്ക് മടങ്ങും. ഏതായാലും 2 ടീമുകളും ചിന്നസ്വാമിയിൽ ഇഞ്ചോടിഞ്ച് പോരാടുമെന്നുറപ്പാണ്. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.